വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ഒറ്റ കാര്യം മതി ചിലപ്പോൾ നമ്മുടെ ഇമേജ് മൊത്തം തകരുവാനായിട്ട് ഇടയാക്കും. ചില ആളുകളുണ്ട് ഓഫീസിലും വീട്ടിലുമെല്ലാം വളരെ മനോഹരമായി പെർഫോം ചെയ്യുകയും നല്ല ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു ഇൻസിഡൻറ്റിൽ അവരുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുകയും അവർ വേറൊരാളായി മാറുകയും അതോടുകൂടി അവരുടെ ഇമേജ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നമാണ് കൾച്ചറൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ മാസ് ക്യാൻസലേഷൻ എന്നെല്ലാം പറയും. ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ആളുകൾ നമ്മെ വിലയിരുത്തുകയും നമ്മുടെ വിലയിടുകയും തകർന്നു പോവുകയും ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് തീർച്ചയായും നാം പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നോ എക്സ്ക്യൂസ് ദ പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ സെൽഫ് കൺട്രോളിനെ കുറിച്ചും വിൽ പവറിനെ കുറിച്ചും പറയുന്നുണ്ട്. സെൽഫായി കൺട്രോൾ ചെയ്യണമെങ്കിൽ വിൽ പവർ ആവശ്യമാണ്. വിൽ പവർ എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. രാവിലെ വിൽ പവർ വളരെ കൂടുതലായിരിക്കും, എന്നാൽ ദിവസം വൈകുന്തോറും ആ വിൽ പവർ കുറഞ്ഞു വരും, ആ ജാറ് കുറഞ്ഞു വരും. അപ്പോൾ ദിവസത്തിൽ ആദ്യം നമുക്ക് ഒരുപക്ഷെ നല്ല കൺട്രോൾ ഉണ്ടാകും, പക്ഷേ ദിവസത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒറ്റ ഇൻസിഡൻറ്റ് മതി, ഒറ്റ സാഹചര്യം മതി, ഒറ്റ വാക്ക് മതി, ഒറ്റ പ്രവൃത്തി മതി, ചിലപ്പോൾ നമ്മുടെ മൊത്തം ഇമേജും നമ്മുടെ ക്യാരക്ടറും എല്ലാം തകർന്നടിയുവാൻ സാധ്യതയുണ്ട്. സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. പലപ്പോഴും പലരും അതിന് വിട്ട് ദേഷ്യപ്പെടുകയും ചില സാഹചര്യങ്ങളിൽ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുകയും എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ വിദ്യയിലൂടെ നമുക്ക് നമ്മുടെ കൺട്രോളിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. സെൽഫായി നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സെൽഫായി നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള വിൽ പവർ നമുക്ക് നേടുവാൻ സാധിക്കും. ഇതിന് ധാരാളം ടെക്നോളജിയും ഇത് ധാരാളം സ്ട്രാറ്റജീസും ടൂൾസും വിദഗ്ധർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ സയൻസ് ഓഫ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയും ദ സയൻസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയും എല്ലാം ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് സെൽഫ് കൺട്രോൾ ഇല്ലാതെ പോകുന്നത്? നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നില്ല. അതിനായി ധാരാളം ഹാബിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഹാബിറ്റ് നമുക്ക് നമ്മുടെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഈറ്റിംഗ് ഹാബിറ്റ്സ്, നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സെൽഫ് കൺട്രോളിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. നാം ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നന്നായി സ്ലീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നന്നായി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എലൂഫാകുമ്പോൾ നാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും നമ്മുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഒറ്റ ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതവും നമ്മുടെ ക്യാരക്ടറും ഇല്ലാതാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സെൽഫ് കൺട്രോൾ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസ്, മെഡിറ്റേഷൻ, സ്ലീപ്പ്, ഈറ്റിംഗ് പ്രാക്ടീസ് എന്നിവയിലൂടെ നേടുവാൻ സാധിക്കുന്നത്. ജോനാഥൻ ബ്രിക്ടൻ്റെ ഒരു പുസ്തകമാണ് ദ സീക്രട്ട് ഓഫ് സെൽഫ് കൺട്രോൾ. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് നമ്മെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന്. ഈ പറയുന്ന എക്സസൈസ്, മെഡിറ്റേഷൻ, സ്ലീപ്പ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് എല്ലാം വളരെ വിശദമായും ആഴമായും കടന്നു പോകുന്ന ഒന്നാണ് ഈ പുസ്തകം. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സയൻസ് ബാക്കപ്പ് ഉള്ളതോ അതല്ലെങ്കിൽ വിദഗ്ധരായ ആളുകൾ പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുത്തിയതായ കാര്യങ്ങളാണ്. തീർച്ചയായും പുസ്തകം വായിക്കുക, നമ്മുടെ ജീവിതത്തിലും മാറ്റം വരും. സെൽഫ് കൺട്രോൾ ചെയ്യുക. സെൽഫ് കൺട്രോൾ ഒരു മസിൽ പോലെയാണ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂട്ടുവാൻ സാധിക്കുന്നത്. തീർച്ചയായും വായിക്കുക. ഈ ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.